ഇന്നലെ നമ്മൾ ചിന്തിച്ച കാര്യം കർത്താവ് പറഞ്ഞ 14-ാം അധ്യായത്തിൽ തുടക്കത്തിൽ പറഞ്ഞതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് കർത്താവ് പറഞ്ഞ് കർത്താവ് പോകുന്നതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്ന ആ ശിഷ്യന്മാരോട് അവരെ എൻകറേജ് ചെയ്ത് പറയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പോകുന്നെന്ന് വെച്ച് എന്നേക്കുമായിട്ട് നിങ്ങളെ ഇട്ടേച്ച് പോകുകയൊന്നുമല്ല. നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങിയത് അത് ഇടവേളകളിൽ ചില ഇൻ്ററപ്ഷൻസ് ഉണ്ടാകാമെങ്കിലും അത് നിത്യത വരെ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരനുഭവമാണ്. അത് നിത്യതയിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധി ഒരുക്കുന്ന സ്ഥലത്ത് വസിക്കുന്നതായിട്ടുള്ള ഒരനുഭവത്തിലാണ് ആ അനുഭവത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചേക്കുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു വിടവ് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാനാണ് പോകുന്നത്. അത് ഈ ലോകത്തില്ല, സ്വർഗത്തിൽ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ വേണ്ടി പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നതും തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 2 ചോദ്യങ്ങൾക്ക് കർത്താവ് ഉത്തരം പറയുന്നതായിട്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് തോമസിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നീ എങ്ങോട്ട് പോകുന്നു, ഞങ്ങൾക്ക് വഴിയറിയത്തില്ലല്ലോ എന്ന് പറയുന്നതിന് ഉത്തരമായിട്ട് കർത്താവ് പറയുകയും പിതാവിൻ്റെ അടുക്കലേക്കുള്ള ഏക വഴി താൻ തന്നെയാണ് എന്ന് കർത്താവ് പ്രസ്താവിക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. തുടർന്ന് ഫിലിപ്പോസ് ചോദിക്കുന്ന ചോദ്യം, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറയുമ്പോൾ അത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാക്കി കർത്താവ് അവരോട് പറയുകയും ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ എത്ര പ്രകടമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഈ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിച്ച സമയങ്ങളിൽ തന്നെ വ്യക്തമായിട്ട് കർത്താവ് തൻ്റെ ദൈവത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ അനേക അവസരങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നിട്ടും ചില ആൾക്കാർ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ യേശുക്രിസ്തു താൻ ദൈവമാണെന്ന് പറഞ്ഞ ഒരു വാക്യം നിങ്ങൾക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു പരിപാടിയാണെന്നും അങ്ങനെയുള്ള വ്യക്തികളെ ഒരിക്കലും നമുക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. അവർ ബൈബിൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ നമ്മൾ വായിക്കുന്ന ബൈബിൾ തന്നെയല്ലേ അവരും വായിക്കുന്നത്. നിശ്ചയമായിട്ടും അത്തരം ഒരു സാഹചര്യം നമുക്ക് കർത്താവിനെ എറിയാൻ കല്ലെടുക്കുന്നതും പല ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇവിടെ പറയുകയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കി പറയുന്ന കാര്യം. പിതാവിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നല്ല പറയുന്നത്, പിതാവിനെ ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കി തനിക്ക് താനും പിതാവും തമ്മിലുള്ള ആ തുല്യതയെക്കുറിച്ചും താൻ്റെ ദൈവത്വത്തെക്കുറിച്ചും ഒക്കെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് വിശ്വാസത്തോടെ ഈ വചനത്തെ അപ്രോച്ച് ചെയ്യുകയും വിശ്വാസത്തോടു കൂടി ഇതിനെ നോക്കുകയും ചെയ്യുന്നവർക്കാണ് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അല്ലാത്തവർക്ക് ഇത് ഒരിക്കലും മനസ്സിലാവത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഒരു തെറ്റായ ചിന്താഗതിയോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തെ പരിശോധിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ അത് മനസ്സിലാവാനാ? ഒരിക്കലും അവന് നമ്മുടെ വചനത്തിൽ കാണുന്നത് പോലെ അഗ്നിസ്തംഭവും മേഘത്തൂണും ചിലർക്ക് പ്രകാശമായിട്ടും ചിലർക്ക് ഇരുട്ടായിട്ടും തീർന്നു എന്ന് വായിക്കുന്നത് പോലെയേ ഉള്ളൂ. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവിൽ വിശ്വസിക്കുകയും അവൻ്റെ വചനങ്ങളെ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അത് പ്രകാശമായിട്ട് ഭവിക്കുമ്പോൾ അനേകർക്കത് ഇരുട്ടായിട്ട് ഭവിക്കുന്നു. കാരണം അവരവരുടെ ഹൃദയത്തെ കൊട്ടിയടച്ചിരിക്കുകയാണ്. മാത്രമല്ല സത്യം മനസ്സിലായാലും ഞങ്ങളത് അനുസരിക്കുകയില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചാലും ഒരു കാര്യവും അവർക്ക് വെളിപ്പെടാനായിട്ട് പോകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അത്തരം ആൾക്കാരോട് നമ്മൾ വെറുതെ ആർഗ്യൂ ചെയ്ത് സമയം കളയേണ്ട യാതൊരു ആവശ്യവുമില്ല. അവർ കൂടുതൽ വചനങ്ങൾ കേൾക്കും തോറും നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുന്നിൽ ഇടരുത് എന്ന് പറഞ്ഞതുപോലെ അത് അവ ചവിട്ടിക്കളയുകയും നിങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യും എന്നും കൂടെ നമ്മൾ ഓർത്തിരുന്നുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലൊക്കെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് പലപ്പോഴും ഒരു ആവേശം തോന്നും, നമുക്ക് ഇച്ചിരി സമയം കിട്ടിയാൽ ഇതൊക്കെ ഒന്ന് പറയാൻ അവസരം ലഭിച്ചാൽ ഇതൊക്കെ അങ്ങ് പ്രൂവ് ചെയ്ത്
എതിരാളികളെയൊക്കെ ഫ്ലാറ്റാക്കി കളയാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ നമുക്ക് ആ ഫ്ലാറ്റ് വേണ്ട, കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കുന്ന ഫ്ലാറ്റ് മതി. അല്ലാതെ ഈ ആൾക്കാരെ വാചകം അടിച്ച് ജയിക്കുന്ന ഫ്ലാറ്റ് അത് മിക്കവാറും പലയിടത്തും നടക്കുന്ന ഒരു കാര്യമല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം ആൾക്കാർ വളരെ കണ്ണിങ്ങായിട്ട് നമ്മൾ പറയുന്ന വാക്കുകൾ തന്നെ എടുത്തിട്ട് അതിനെ കർത്താവിൻ്റെ ദൈവത്വത്തെയും കർത്താവിൻ്റെ ആ അവകാശവാദങ്ങളെയും ഖണ്ഡിക്കാനായിട്ട് തന്ത്രപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സാധാരണഗതിയിൽ കാണാനായിട്ട് കഴിയുന്നത്. ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്തേക്ക് കടന്നു വരികയാണ്. എൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതലാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്, 12 മുതൽ 26 വരെ. അപ്പോൾ ആദ്യമായിട്ട് അവിടെ നമുക്ക് കർത്താവിൻ്റെ ദാസൻ പ്രസ്താവിച്ചു, എന്നിൽ വിശ്വസിക്കുന്നവൻ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ എന്ന് ആദ്യമായിട്ട് പറയുക. അപ്പം നമുക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള വാക്കാണ്. ഒത്തിരി പേര് ക്ലെയിം ചെയ്യുന്ന, ദൈവദാസൻ അത് പറഞ്ഞതുപോലെ ഒത്തിരി പേര് കർത്താവ് ചെയ്തതിനേക്കാളും വലിയതും അധികവും ഒക്കെ ചെയ്യാനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള അവകാശവാദങ്ങളും വരുന്നുണ്ട്. നിശ്ചയമായിട്ടും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നടക്കട്ടെ, കാരണം അങ്ങനെ ആണ് കർത്താവ് ഉദ്ദേശിച്ചതെങ്കിൽ നിശ്ചയമായിട്ടും അത് നിറവേറുക തന്നെ വേണം. എന്നാൽ ഏതർത്ഥത്തിലാണ് നിറവേറിയത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിലും നമ്മുടെ ജീവിതാനുഭവത്തിലും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാമല്ലോ, അത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയും കർത്താവ് പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ തങ്ങളുടെ മേൽ അയക്കുകയും ആ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുകയും ഒക്കെ ചെയ്തതും നമുക്കറിയാം. നമ്മുടെ കർത്താവ് താൻ ജീവിച്ചിരുന്ന സമയത്ത് ചെറിയൊരു ഭൂപ്രദേശത്ത്, പ്രത്യേകിച്ച് ഈ ഗലീലയ്ക്കും യെരൂശലേമിനും ഇടയിലുള്ള ആ ഒരു യാത്രകളായിരുന്നു അതിൽ പ്രധാനപ്പെട്ട പല സംഗതികളും. ആ ഭാഗത്തൊക്കെയായിരുന്നു കർത്താവ് കൂടുതൽ സമയം കേന്ദ്രീകരിച്ചിരുന്നത് എന്നുള്ളത് നമുക്കും, കർത്താവിൻ്റെ വചനം അങ്ങനെ വളരെ ലിമിറ്റഡായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് കർത്താവിൻ്റെ വചനം കേട്ടത് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴോ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങളെൻ്റെ സാക്ഷികളായി തീരും എന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ച്, അവരോട് ദൈവം വാഗ്ദത്തം ചെയ്തതനുസരിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യം, ഒരുപക്ഷെ കർത്താവ് ചെയ്തതിൻ്റെക്കാൾ അധികം ഇൻ നമ്പർ, അല്ല കർത്താവ് ചെയ്ത കാര്യങ്ങളെക്കാൾ അധികം എന്ന് പറയുമ്പം ക്വാളിറ്റിയിൽ അതിൻ്റെ അധികമായി തീർന്നോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടുള്ള കർത്താവ് ചെയ്ത കാര്യങ്ങളും നമ്മൾ പലപ്പോഴും അവൻ്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ തുലനം ചെയ്യുന്നതിൽ അർത്ഥമില്ല. എന്നാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞ് ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ കർത്താവ് തൻ്റെ ജീവിതകാലത്ത് പ്രസംഗിച്ചിട്ടുള്ള അധികം ആൾക്കാർ ഈ സുവിശേഷം കേൾക്കാനും അധികം ആൾക്കാർ കർത്താവിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരാനും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി തീർന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് എന്നു മാത്രമല്ല, കർത്താവ് കേവലം 3.5 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചിരുന്നു. എന്നാൽ നമുക്ക് ലഭിക്കുന്നത് 10, 20, 30, 40, 50 വർഷമൊക്കെ കർത്താവിന് വേണ്ടി ജീവിച്ച് കാലാകാലങ്ങളായിട്ട് ഫലം കായ്ക്കാനായിട്ടൊക്കെ ദൈവം നമുക്ക് അവസരം നൽകുന്നുണ്ട്. നമുക്കറിയാമല്ലോ, അടിസ്ഥാനപരമായിട്ട് നടക്കേണ്ട കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന കാര്യവുമുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ സാധാരണ ചില സ്ഥലത്തൊക്കെ നമ്മൾ ചോദിക്കും എന്താ ഇന്ന് സ്പെഷ്യൽ എന്ന് ചോദിക്കും. അപ്പോൾ അന്നത്തെ സ്പെഷ്യൽ ആ ഹോട്ടലിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ എഴുതി വെച്ചേക്കും, ഇന്ന് ഇതാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് എഴുതി വെച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഈ സ്പെഷ്യലായിട്ടുള്ള കാരണം എല്ലാ ദിവസവും കാണത്തില്ല. എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഉള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചോറോ ചപ്പാത്തിയോ ഒക്കെ കൊടുക്കണമെങ്കിൽ അതവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞതുപോലെ സുവിശേഷം പ്രസംഗിക്കുകയും ഈ സുവിശേഷം സമയത്തും അസമയത്തും പ്രസംഗിക്കുക എന്നുള്ളത് കർത്താവ് നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യമാണല്ലോ. ചില ആൾക്കാർക്കൊന്നും ഈ വാക്യം കാണത്തില്ല, കണ്ണിന് തിമിരം പിടിച്ചതുകൊണ്ട് ഹർസ്വദൃഷ്ടികളായിട്ട് പത്രോസ്ലിയുടെ വചനത്തിൽ പറഞ്ഞേക്കുന്നത് പോലെ തീർന്നതുകൊണ്ട് അവർക്കാർക്കും ഈ സംഗതികൾ മനസ്സിലാവത്തില്ല. വളരെ വെണ്ടയ്ക്ക അക്ഷരത്തിലല്ലേ എഴുതി വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ കാണുന്നില്ലെങ്കിൽ ഈ പ്രായമുള്ളവർക്കുള്ള ഒരു ബൈബിളുണ്ട്, അത് മേടിച്ച് ഇച്ചിരി ലെറ്റേഴ്സൊക്കെ വലിപ്പമുള്ള ബൈബിളുണ്ട്. അതിൻ്റെ ഉള്ളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും അങ്ങനെ സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അപ്പം ചോദിക്കും, ജാതികൾ ആരാ? ജാതികളെന്ന് പറയുന്നത് ഇസ്രായേൽ ഗോത്രത്തിൻ്റെ 12 ഗോത്രങ്ങളെ അല്ലേ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാമല്ലോ, ബാബേൽ പ്രവാസത്തിന് പോയിട്ട് തിരിച്ചു വന്ന സമയത്തും ഇന്നും ചില മിസ്സിംഗ് ആയിട്ടുള്ള ചില ട്രൈബ്സ് ഇസ്രായേൽ ഗോത്രത്തിലുള്ളവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു രഹസ്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാവരെയും അവർ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഇന്ന് പുതിയ ചില ടെക്നോളജികളും ജെനറ്റിക്കലായിട്ടുള്ള ചില ഇതുമൊക്കെ വെച്ചിട്ടാണ് അവർ പലരെയും ഇസ്രായേൽ മക്കളാണോ അല്ലയോ എന്ന് കണ്ടെത്തുന്നതെന്നൊക്കെ നമുക്ക് വായിച്ച് കേൾക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നുണ്ട്. എന്നാൽ ലോകത്തിൻ്റെ അറ്റത്തോളവും നിങ്ങളെൻ്റെ സാക്ഷികളാകും സകല ജാതികളെയും എന്ന് പറയുമ്പോൾ, ഈ ജാതികൾ എന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ ഉപയോഗിച്ച ഭാഗത്ത് മുഴുവൻ ഈ അല്പസംഖ്യയായിട്ടുള്ള ഇസ്രായേൽ മക്കളുടെ 10 ഗോത്രത്തെയോ 12 ഗോത്രത്തെയോ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ എത്രമാത്രം മനസ്സിലാക്കാനായിട്ടുള്ള വീഴ്ച വന്നിട്ട് കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു പരിപാടിയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ജനറലായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ജാതികളെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇസ്രായേൽ മക്കളും ജാതികളും യഹൂദന്മാരും യവനന്മാരും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത് പോലെ, ഈ മോശയുടെ ഇതനുസരിച്ചും അല്ലെങ്കിൽ ഇസ്രായേൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളായിട്ടുള്ള വ്യക്തികളും അങ്ങനെ അല്ലാത്തവരും എന്ന് ഉള്ള അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ റോമാലേഖനം 9-ാം അധ്യായം അവസാനം നമ്മൾ വായിക്കുന്നു, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിലെത്തിയില്ല, നീതിയുടെ വഴി പിന്തുടരാത്ത ജാതികൾ ആ പ്രമാണത്തിലെത്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ആ പറയുന്നതിൻ്റെ അർത്ഥം ഇസ്രായേൽ ഗോത്രം അതിൽ ഇസ്രായേൽ എത്തിയില്ല, എന്നാൽ ഇസ്രായേലിലെ 10 ജാതികളോ അല്ലെങ്കിൽ 12 ജാതികളോ അതിലെത്തി എന്നാണോ പറയുന്നത്? എത്രയോ ദൈവവചന ഭാഗത്ത് ഈ ജാതികൾ എന്നുള്ളത് ഇസ്രായേൽ മക്കളല്ലാത്തവർക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കെ പുതിയ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊണ്ടുവന്ന് ഇതിനെ മറിച്ച് കളയുന്നതിൻ്റെ ആവശ്യം എന്താ? എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ 8ഉം 8ഉം അറിയാത്ത, അതിൻ്റെ ആദിയും അന്തവും അറിയാത്ത, ഒരു പ്രാവശ്യം ബൈബിൾ പോലും വായിച്ചിട്ടില്ലാത്ത ആൾക്കാരൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇന്ന് ചലഞ്ച് ചെയ്യുന്നത്. അവരുടെ ചലഞ്ച് കേൾക്കുമ്പോൾ എൻ്റെ സഹോദര, ഒരു പ്രാവശ്യം പോയി ബൈബിൾ വായിച്ചിട്ട് വാ എന്ന് പറയാനാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നു. ഒന്ന് വായിച്ചിട്ട് വാ എൻ്റെ സുഹൃത്തെ, എൻ്റെ സഹോദര, ബൈബിളൊന്ന് വായിച്ചിട്ട് വാ. ബൈബിൾ വായിച്ച അറിവെങ്കിലും ഉണ്ടായിട്ട് നിങ്ങളിത് ചലഞ്ച് ചെയ്യാൻ നിൽക്കുക, അല്ലാതെ ചലഞ്ച് ചെയ്യാൻ നിൽക്കാതെ. അപ്പോൾ എന്ത് കോൺഫിഡൻസിലാണ് ഈ ചലഞ്ച്? ആരോ പറയുന്ന എന്തോ അടിസ്ഥാനമില്ലാത്ത ചില കാര്യങ്ങൾ കേട്ടിട്ട് അതാണ് പരമമായ സത്യം എന്നുള്ള അബദ്ധ ധാരണയിലാണ് ഇവരൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തോ പറയാനാ, വിനാശകാലെ വിപരീത ബുദ്ധി എന്നല്ലാതെ എന്തു പറയാനാ അതിനെക്കുറിച്ചൊക്കെ? ദൈവം ഈ കാര്യങ്ങളിൽ നോക്കട്ടെ, ദൈവം ഇടപെടട്ടെ എന്നല്ലാതെ എന്തു പറയാനാ? കാരണം തങ്ങൾക്ക് തന്നെ അതിനെ അടച്ചു കളയുന്ന ഒരു അനുഭവം. ഞാനത് ലോകത്തിൻ്റെ അറ്റത്തോളവും സുവിശേഷം അറിയിക്കണം എന്നുള്ളൊരു ഭാഗം പറഞ്ഞപ്പം ഒരു സൈഡ് ഡിഷായിട്ട് മാത്രം ഇതൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ, അല്ലാതെ അത് നമ്മുടെ ഇന്നത്തെ പ്രധാന പ്രതിപാദ്യ വിഷയമല്ലല്ലോ. നോക്കിയാട്ടെ, നമ്മളിവിടെ കാണുകയാ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ പറഞ്ഞതിലും അധികം ചെയ്യും. അപ്പം നമുക്കറിയാം, ബേസിക്കായിട്ടുള്ള കാര്യം, എപ്പോഴും ചെയ്യേണ്ട കാര്യം വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ആത്മാക്കളുടെ രക്ഷ, അതൊരു സ്ഥലത്ത് അത്ഭുതം നടന്നാലും നടന്നില്ലെങ്കിലും അത്ഭുതങ്ങൾ ദൈവഹിതപ്രകാരവും ദൈവത്തിൻ്റെ ആലോചന പ്രകാരവും നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ അന്നും നടന്നിട്ടുണ്ട്, ഇന്നും നടക്കും, ഇനിയും നടക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തുള്ളിടത്തോളം കാലം ദൈവഹിതപ്രകാരവും ദൈവാലോചന പ്രകാരവും ദൈവികമായിട്ടുള്ള അത്ഭുതങ്ങൾ നടക്കുക തന്നെ ചെയ്യും. അതൊരു പ്രത്യേക കാലയളവിലൊന്നും നിന്നൊന്നും പോയിട്ടില്ല. ഇന്നും ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ നമുക്കറിയാമല്ലോ, കർത്താവ് ഏറ്റവും വലിയ അത്ഭുതമായിട്ടൊരു കാര്യത്തെ കർത്താവ് എടുത്ത് കാണിക്കാനിടയായി തീർന്നു. അത് പറയുന്നത് പാപികൾ കർത്താവിങ്കിലേക്ക് മനം തിരിയുന്ന അനുഭവത്തെയാണ് ഈ അത്ഭുതമായിട്ട് കാണിച്ചേക്കുന്നത്. ആ പാപികൾ കർത്താവിങ്കിലേക്ക് മനം തിരിയുകയും അവർ രക്ഷിക്കപ്പെടുകയും അങ്ങനെ ആ സ്വർഗത്തിൽ ഒരുത്തൻ്റെ പേര് എഴുതപ്പെടുന്ന അനുഭവമാണ് ഏറ്റവും വലിയ അത്ഭുതമെന്നും അതാണ് ഏറ്റവും ആത്യന്തികമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന അത്ഭുതമെന്നും അതിനുവേണ്ടിയാണ് എൻ്റെ സ്വന്തം ജീവൻ കൊടുക്കുന്നതെന്നും കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ആ വലിയ ഒരു അത്ഭുതത്തിലേക്ക് അനേകരെ നയിക്കത്തക്കവണ്ണം അവരുടെ കണ്ണു തുറക്കുവാനായിട്ട് അവൻ ജീവൻ്റെ അപ്പമാണെന്നും അവൻ ജീവജലമാണെന്നും അവൻ പുനരുത്ഥാനവും ജീവനുമാണെന്നും അവൻ നല്ല ഇടയനാണെന്നും അവൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണെന്നും അവൻ സാക്ഷാൽ വാതിലാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകാൻ തക്കവണ്ണം പിതാവിങ്കിലേക്ക് അവൻ മുഖാന്തരമല്ലാതെ ആരും എത്തുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയത്തക്കവണ്ണം നൽകപ്പെട്ട അടയാളങ്ങളായിരുന്നു താൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നുള്ളത് ആ ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്തരം അത്ഭുതങ്ങൾ
ഒരു വ്യക്തിയെ അവൻ നിത്യത കൈവശമാക്കുന്ന, അവൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ഇത്തരം അത്ഭുതങ്ങൾ അവനെ നടത്തുക തന്നെ വേണം. അല്ലെങ്കിൽ ഈ അത്ഭുതങ്ങൾക്ക് പോലും വിലയില്ലാതായിട്ട് തീരും. അതുകൊണ്ട് ലോകത്തിൽ കർത്താവ് ചെയ്തതിനേക്കാളും കൂടുതൽ ചില അത്ഭുതങ്ങളൊക്കെ ചെയ്ത് ആൾക്കാരെ ഒരു പരിഭ്രാന്തിയിലാക്കാനോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരാൾ വന്നിരിക്കുന്നു എന്ന് കേൾക്കാൻ വേണ്ടിയല്ല, നിശ്ചയമായിട്ടും ദൈവനാമം മഹത്വപ്പെടുമാറ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുമ്പോഴും അത് ആത്യന്തികമായിട്ടുള്ള അത്ഭുതമായ ഒരു വ്യക്തി പാപിയാണെന്ന് തിരിച്ചറിയുകയും അവൻ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുകയും ദൈവത്തെങ്കിലേക്ക് പൂർണ്ണമായിട്ട് മനം തിരികുകയും ചെയ്യുന്ന അത്ഭുതത്തിന് വേണ്ടി തന്നെയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട്, കർത്താവേ അത്ഭുതങ്ങളുണ്ട്, അത്ഭുതങ്ങൾ നീ ചെയ്യും, എന്നാൽ ഈ അത്ഭുതങ്ങളെല്ലാം കർത്താവേ ആത്യന്തികമായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ആത്മരക്ഷയിലേക്ക് അത് 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 നിദാനമായിട്ട് തീരാനും, കർത്താവെ അനേകർ ലോകത്തിൻ്റെ അറ്റത്തോളവും എല്ലാ ജാതികളും ഈ സുവിശേഷം കേൾക്കാനും, അവർ ശിഷ്യരായിട്ട് തീരാനും, അവർ സ്നാനപ്പെടാനും, അവർ ആത്മാവിനാൽ നിറയപ്പെടാനും, അവർ ദൈവത്തിൻ്റെ ദാസന്മാരായിട്ടും ഇനിയും മുന്നോട്ട് മറ്റനേക ജാതികളുടെ ഇടയിലേക്ക് കടന്നു പോകാനും ആയിട്ടിടയായിട്ട് തീരും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. യെശയ്യാ പ്രവചനവും അതുപോലെ ഹോശയ്യാ പ്രവചനം, അതുപോലെ ദൈവവചനത്തിലെ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഓരോ ജാതികളോടും ഓരോ രാഷ്ട്രങ്ങളോടും കർത്താവ് തൻ്റെ പ്രവചനം അല്ലെങ്കിൽ അവരോടൊക്കെയുള്ള ദൈവാലോചന അറിയിച്ചിരിക്കുന്നത് കാണാം. പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ നമുക്കവിടെ ഓരോരോ പ്രത്യേക ജാതികളെ തിരഞ്ഞെടുത്ത് അവരോട് ചില കാര്യങ്ങൾ പ്രസ്താവിക്കുകയും, എന്നാൽ അന്നേരമുള്ള അവരുടെ ചില അനുസരണക്കേടുകളെ ശാസിക്കുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഓരോ ജാതികളുടെ പേര് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ മക്കളുടെ ഗോത്രത്തെ അല്ല പറഞ്ഞേക്കുന്നത്, ജാതികളുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, നിത്യതയോടുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയോടുള്ള ബന്ധത്തിൽ, ആ നിത്യതയോടുള്ള ബന്ധത്തിൽ അവർക്കൊക്കെ ഒരു വിടുതലും, അവർക്കൊക്കെ ഒരു കർത്താവിനെ മശിഹയാണെന്നും ദൈവമാണെന്നും തിരിച്ചറിയുന്ന ഒരു അനുഭവവും ഒക്കെ ഉണ്ടാകും. അവരൊക്കെ കർത്താവിങ്കിലേക്ക് പലരും കടന്നു വരാനായിട്ട് ഇടയായിട്ട് തീരും. സകല ജാതികളിലേക്കും ഈ സുവിശേഷം കടന്നു ചെല്ലുകയും ഈ മശിഹയെ അനേകർ ആരാധിക്കുകയും ചെയ്യുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവിൻ്റെ വരവിന് മുന്നേ തന്നെ പ്രസ്താവിക്കപ്പെട്ട ഒരു കാര്യമായിരിക്കെ പിന്നെ അതിനെ എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും? അപ്പോൾ നമ്മുടെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കൂട്ടരെ തിരഞ്ഞെടുത്തേക്കുന്നു, അല്ലെങ്കിൽ ചില ആൾക്കാരെ മാത്രം തിരഞ്ഞെടുത്തേക്കുന്നു, ബാക്കി എല്ലാവരെയും അങ്ങ് നശിപ്പിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മൾ ഇരിക്കേണ്ട. ഓരോ ജാതിയെക്കുറിച്ചും ഓരോ ഗോത്രത്തെക്കുറിച്ചും ഓരോ വംശത്തെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്, ധാരണകളുണ്ട്. അവരൊക്കെ ഈ യേശുക്രിസ്തു മുഖാന്തരം നിത്യതയിൽ ആ നിത്യതയുടെ ഭാഗഭാക്കായി തീരുന്ന അനുഭവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര സങ്കുചിതമായ ചില ചിന്തകളിലേക്കാണ് നമ്മുടെ വചനം അറിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ചിലർ വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അത് ദുഃഖിക്കുകയും ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. പിന്നെ അവസരമൊക്കെ കിട്ടുമ്പം നമുക്കിതുപോലെ ഈ സത്യങ്ങൾ വിളിച്ചു പറയാനായിട്ട് നമുക്ക് ദൈവം ഇടയാക്കുന്നു. നോക്കിയാട്ടെ, അടുത്തതായിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവ് അവിടെ പറയുന്നത് എന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം. അപ്പോൾ അത്രയും നാൾ കർത്താവ് കൂടെ ഇരുന്നു, കർത്താവ് അവരുടെ സകലത്തിനും മതിയായിരുന്നു, എല്ലാറ്റിനും വേണ്ടപ്പെട്ടവനായിരുന്നു. കർത്താവ് അവരുടെ ഒരു കാര്യവും കർത്താവ് അറിയാതെ പോയിട്ടില്ല, അല്ലെങ്കിൽ കർത്താവ് സകലത്തിനും മതിയായവനായിരുന്നു. എന്നാൽ ആ വാഴ്ത്തപ്പെട്ട കർത്താവ്, അവർക്ക് സർവസ്വവുമായിരുന്ന കർത്താവ്, അത് ആ കർത്താവ് വിട്ടുപോകാനായിട്ട് അവരെ തൽക്കാലത്തേക്ക് ശാരീരികമായിട്ട് വേർപിരിഞ്ഞ് അവരെ പോകുന്നതായിട്ടുള്ള അനുഭവവും, താൻ സ്വർഗത്തിലേക്ക് പോകുന്ന അനുഭവം ആയിരിക്കെ ഈ ക്രിസ്തീയ ചരിത്രത്തിൽ, പുതിയ നിയമത്തിൻ്റെ ചരിത്രത്തിൽ പുതിയ നിയമത്തെ പുതിയ നിയമമാക്കി, അല്ലെങ്കിൽ ഇതിനുള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തം, എൻ്റെ നാമത്തിൽ അയക്കാനിരിക്കുന്ന കാര്യസ്ഥൻ. നമ്മളവിടെ വായിക്കുന്നു, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇത്രയും നാൾ ആളായിട്ട് ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി, ആ വചനം ജഡമായി തീർന്നവനായിട്ട് ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്നു. എന്നാൽ ഇനി മുതൽ ആ കാണുന്ന ഒരു വ്യക്തിയായിട്ടല്ല, എന്നാൽ ലോകത്തിന് കാണാൻ കഴിയാതെയും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം, അതവിടെ പ്രത്യേകം പറഞ്ഞേക്കുന്നത്.
ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ. അപ്പൊ ലോകത്തിന് ഈ വ്യക്തിയെ കാണാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് പരിശുദ്ധാത്മാവാണെന്ന് ഒത്തിരി പേര് അവകാശം പറഞ്ഞ് വരുന്നത്. കാരണം ഞാൻ കടന്നുപോയാൽ ഉടനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും എന്ന് പറയുമ്പം അത് ചില പ്രത്യേക വ്യക്തികളാണെന്നും പറഞ്ഞുകൊണ്ട് അവകാശവാദവുമായിട്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ആൾക്കാരെ നമുക്കറിയാമല്ലോ. കാരണം എന്താ ഈ പറഞ്ഞേക്കുന്നതെന്ന് അറിയത്തില്ല. അവർ നോക്കുമ്പോൾ ഒരാൾ വരുമെന്ന് പറഞ്ഞേക്കുന്നു, അത് ഞങ്ങളുടെ ഇന്നാരാണെന്ന് പറഞ്ഞ് അത് സ്ഥാപിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കാരണം അവിടെ ഈ പരിശുദ്ധാത്മാവ് ആരാണെന്നും എന്താണെന്നും അവർ യഥാർത്ഥമായിട്ട് ഗ്രഹിച്ചാൽ ഈ ലോകത്തിന് അവനെ കാണാനോ അറിയാനോ കഴിയുകയില്ല. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നൽകുന്ന പരിശുദ്ധാത്മാവിനെ ഉദ്ദേശിച്ച് അത്രേ പറഞ്ഞതെന്ന് നമ്മൾ 7-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവ് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവ് പറയുന്നത് നമുക്ക്, അതായത് അവിടെ എഴുതപ്പെട്ടേക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അവിടെ ഉദ്ദേശിച്ച ജീവജലം എന്ന് പറയുന്നത് അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറയും. എൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് പറഞ്ഞേക്കുന്നത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചത്രേ. അപ്പോൾ കർത്താവ് നമ്മളോടുകൂടെ ഇരുന്നത് പോലെ, കർത്താവ് ചെയ്തതുപോലെ നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യാൻ കഴിയുന്ന അതേ സാന്നിധ്യം കർത്താവ് പ്രവർത്തിച്ചതുപോലെ, കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിക്കാനും ചെയ്യാനും നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു വ്യക്തി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നു. അതിനോട് ചേർന്നാ പറഞ്ഞേക്കുന്നത് ഈ കർത്താവ് പോകുന്നത് കൊണ്ടുള്ള വേറൊരു കാര്യം പറഞ്ഞേക്കുന്നത്, നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. നമുക്കറിയാമല്ലോ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള വരവോടുകൂടെ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന സംഗതിയുടെ തന്നെ അതിനെ മൊത്തം അടിസ്ഥാനപരമായിട്ട് കർത്താവ് പൊളിച്ചെഴുതി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പൊളിച്ചെഴുതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പ്രാർത്ഥന അല്ലാതാക്കി എന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ഡയമെൻഷൻ തന്നെ, അതിൻ്റെ മാനം തന്നെ മാറി. പണ്ട് കാലത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, എന്നാൽ ആത്മാവിലും സത്യത്തിലും നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം അല്ലായിരുന്നു. മറിച്ച് ദൈവത്തോട് ചില കാര്യങ്ങളും ഒക്കെ അപേക്ഷിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു മകൻ എന്നുള്ള നിലയിൽ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അത് ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യത്തിന് കെട്ടുപണിക്കും അവൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകാൻ ഉള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ദൈവരാജ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതേസമയം നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ അറിയിക്കാനായിട്ടുള്ള സാധ്യതയോടുകൂടെ ഉള്ള ഒരു പ്രാർത്ഥന അതിന് മുന്നേ ഉണ്ടായിട്ടില്ല. കർത്താവ് ആ പ്രാർത്ഥന പഠിപ്പിച്ചു. മറ്റു പലരും തങ്ങളുടെ വസ്ത്രത്തിന്റെ തൊങ്ങലൊക്കെ വലുതാക്കി മുഖ്യസ്ഥാനം അല്ലെങ്കിൽ അങ്ങാടിയിലൊക്കെ നിന്നുകൊണ്ട് വലിയ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുകയും അത് മനുഷ്യർ കാണേണ്ടതിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്തിട്ട് കർത്താവ് പറഞ്ഞതാണ്. ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, കർത്താവിൻ്റെ പ്രാർത്ഥന എന്താ നിങ്ങൾ പറയാത്ത? കർത്താവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, അതിൻ്റെ അർത്ഥം അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അത് ഉരുവിടുന്നത് കൊണ്ട് മാത്രം, അർത്ഥമറിയാതെ ഉരുവിടുന്നത് കൊണ്ട് മാത്രം അതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. കർത്താവ് പറഞ്ഞ പ്രാർത്ഥന അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അത് സമയത്തൊക്കെ പലപ്പോഴും ഓർമ്മ വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ കർത്താവേ നിന്റെ രാജ്യം പൂജിതമാകണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. അത് ഒരു ചർവിതചർവണമായിട്ട് പറയുന്ന പ്രാർത്ഥനയല്ല, നിശ്ചയമായിട്ടും അത് പ്രാർത്ഥിക്കുന്നതിൽ, ആ അക്ഷരം പ്രതി അത് പ്രാർത്ഥിക്കുന്നതിൽ, അർത്ഥമറിഞ്ഞത് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ നമ്മൾ വിചാരിക്കാറുണ്ട് ഇത് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ, കർത്താവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ഒത്തിരി അവർ പ്രാർത്ഥിച്ച സ്ഥലങ്ങളൊക്കെ പുതിയ നിയമത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയാവൂ, അതിൽ കൂടുതലോ കുറവോ ഒന്നും പറയരുത് എന്നൊന്നും ഇല്ല. കാരണം മറ്റുള്ള പല വിഷയങ്ങൾക്ക് വേണ്ടിയും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നുള്ളതും ഈ നമ്മൾ ഇന്ന പോലെ ഒരു പഠിച്ചു വെച്ച പ്രാർത്ഥനകളൊന്നുമല്ല അവരത്തരം സാഹചര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്നും പുതിയ നിയമത്തിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. ദൈവനാമ മഹത്വത്തിലും ദൈവത്തിലുള്ള വിശ്വാസത്തിലും മുൻനിർത്തി ഉള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടെ പറയുകയാണ്, ഞാൻ പോകുന്നത് കൊണ്ട് അധികമായിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കും. നോക്കിയാട്ടെ, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. അപ്പം കർത്താവ് ഈ ലോകത്ത് ജീവിച്ചു, മരണത്തെ ജയിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവുമായിട്ട് ആത്മാവിൽ മക്കളെന്ന പോലെ ബന്ധപ്പെട്ട് ആ മക്കളെന്നുള്ള സ്ഥാനത്തിരുന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ സകല നാമത്തെയും
മേലായ നാമത്തിൽ, എല്ലാ ശക്തിയുമുള്ള കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രിവിലേജ് നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്ന പക്ഷം അവിടെ എഴുതിയേക്കാണ്, നിങ്ങൾ ചോദിക്കും വണ്ണം അത് ലഭിക്കും, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം ലഭിക്കുമെന്നും തുടർന്നൊരു ഭാഗത്ത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്താണ് അതിൻ്റെ ഷ്യൂരിറ്റി? കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവസന്നിധിയിൽ ദൈവവചനത്തിൽ വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതത്തിനെതിരായിട്ടൊന്നും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല എന്നുള്ളതും, ദൈവഹിതപ്രകാരം കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെ കർത്താവ് ചെയ്തു തരും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. വേറൊരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, പിതാവിനോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ കർത്താവ് അത് ചെയ്യണം, ഇങ്ങനെ അതിന് ഒരു ടെക്നിക്കൽ സാങ്കേതികത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയല്ല. അതേസമയം പ്രാർത്ഥനയുടെ രൂപം എന്താ, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? അത് സ്വർഗസ്ഥനായ പിതാവിനോട് പരിശുദ്ധാത്മ ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് പ്രാർത്ഥന ആയിരിക്കേണ്ടത് എന്ന വചനമനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ അല്ലാതെ ചില അവസരത്തിൽ കർത്താവേ അല്ലെങ്കിൽ പിതാവേ അല്ലെങ്കിൽ എൻ്റെ യേശു കർത്താവേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ്, പ്രാർത്ഥന അല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് കർത്താവ് പറഞ്ഞ ആ മോഡൽ വചനത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട് എന്നൊന്ന് ഓർപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നോക്കിയാട്ടെ. അപ്പോൾ ഇവിടെ പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഞാൻ കടന്നുപോയാലും നിങ്ങൾക്ക് എന്നോട് പ്രാർത്ഥനയിൽ ബന്ധപ്പെടാൻ കഴിയും. ഞാൻ ദൈവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് പോലെ ഒരു പിതാവിനോട് പുത്രൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതിന് പോലെ അതേ മാതൃകയിൽ നിങ്ങൾക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് ഏത് സമയത്തും എപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരികയും ചെയ്യും. ഒരു ഫോൺ എടുത്തിട്ട് ഒരു തലയ്ക്കൽ നിന്ന് ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുകയും തിരിച്ച് ശബ്ദം കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമല്ല. മറിച്ച് നിങ്ങൾ അങ്ങോട്ടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളോട് തിരിച്ചും നിങ്ങളുടെ ആത്മാവിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നവനായ ഒരു ദൈവം, ഉത്തരം തരുന്നവനായ ദൈവം, അൺആൻസ്വേർഡ് പ്രെയർ അല്ല, ആൻസ്വേർഡ് ആയിട്ടുള്ള പ്രെയർ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവം അതിനോട് പ്രതികരിക്കും. കാരണം പ്രാർത്ഥനയുടെ അവസ്ഥ തന്നെ മാറി. ദൈവത്തിനൊരു മനുഷ്യനുമായിട്ട് ആത്മാവിൽ ബന്ധപ്പെടാനും ഒരു മകനെന്നുള്ള പോലെ ഒരു ദൈവത്തിന് അവനോട് ഇടപെടാനും യേശുക്രിസ്തു മുഖാന്തരം വഴി തുറക്കപ്പെട്ടിരിക്കുക. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇഫക്റ്റീവായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവ് അവിടെ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാണ്. അവരോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ പറയുന്നതായിട്ടുള്ള കാര്യം. ലോകത്തിന് അതിനെ ലഭിക്കുകയില്ല, ലോകം അതിനെ കാണുകയില്ല. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനോട് കൂടെ വസിക്കാനും പരിശുദ്ധാത്മാവിനെ അറിയാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാനും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാനും ഒക്കെ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്ന രീതിയിൽ എന്നേക്കും നമ്മളോടുകൂടെ ഇരിക്കേണ്ട ഒരു കാര്യസ്ഥനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരും. എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായാൽ അതിനവന് ലഭിപ്പാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറയുക. അപ്പം അങ്ങനെ കർത്താവ് പറയുകയാണ്, ഞാൻ പോകുന്നെങ്കിൽ എന്നെപ്പോലെ നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ലോകത്തിന് മാത്രം അവനെ കാണാൻ കഴിയില്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് അനുഭവിച്ചറിയാനായിട്ട് കഴിയും. നിങ്ങളിൽ സംസാരിക്കുകയും നിങ്ങളെ വഴി നടത്തുകയും തുടർന്ന് 15-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നാളെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗത്ത് വായിക്കുന്നുണ്ട്. അവിടെയൊക്കെ വ്യക്തമായിട്ട് പറയുക, ഈ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും, വരാനുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾക്ക് ഓർപ്പിച്ചു തരും. ദൈവദാസൻ അതിനെയൊക്കെ വിശദമായിട്ട് പറഞ്ഞല്ലോ. അടുത്തത് പറയുന്ന അടുത്ത കാര്യമാണ് നമുക്കവിടെ കാണുന്നത്, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രമാണിക്കപ്പെടാൻ. സാധാരണഗതി നമ്മളെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്ന ഒരു കിംവദന്തി, അത് യാഥാർത്ഥ്യമൊന്നുമല്ല. കാരണം നമ്മളൊക്കെ മാസ് സ്കെയിലിൽ ഇങ്ങനെ സോഷ്യൽ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നവരല്ല. വ്യക്തിപരമായിട്ടുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട നന്മകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവരാണ് എന്ന് നമ്മൾ ജീവിക്കുന്ന മണ്ഡലങ്ങളിൽ കടന്നു വന്നാൽ ആർക്കും പരിശോധിച്ചറിയാവുന്ന കാര്യമാണ്. അത് പലപ്പോഴും കൊട്ടിഘോഷിച്ചൊന്നും അല്ല ചെയ്യുന്നത്. അത് വലത്തെ കൈ ചെയ്തത് ഇടത്തെ കൈ അറിയരുത് എന്ന് പറഞ്ഞ നിലയിൽ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്നും ആരോടും പബ്ലിസിറ്റി പറയാനും കൊടുക്കാനും ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് അറിയിക്കാനും വേണ്ടി ഒന്നും അല്ല ചെയ്യുന്നത് എന്നുള്ളതും ഞാൻ ഇവിടെ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം തന്നെ
ഈ പ്രസംഗം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, സുവിശേഷം പറയുമ്പം ഇങ്ങനൊരു തെറ്റിദ്ധാരണ പൊതുജനത്തിന് കടന്നു വരാനും നമുക്ക് കടന്നു വരാനും സാധ്യതയുണ്ട്. ഇത് വിശ്വാസം മാത്രമാണ്, അല്ലാതെ പ്രവൃത്തിയൊന്നുമില്ല. അത് ഒരു പാപി രക്ഷിക്കപ്പെടുന്നത് അവൻ അവൻ നന്മയൊന്നും പ്രവർത്തിച്ചിട്ടല്ല, അവൻ്റെ സ്വന്തം നന്മ പ്രവർത്തികളാലുമല്ല. അവൻ രക്ഷിക്കപ്പെടുന്നത് അവൻ കൃപയാൽ മാത്രമാണ്. കൃപയെന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല, പ്രവർത്തിക്കാതെ തന്നെ ഒരു വ്യക്തിക്ക് സ്വായത്തമാകുന്ന ഒരു കാര്യമാണ് ഈ കൃപ എന്നുള്ളത് നമുക്ക് വചനത്തിൽ നിന്ന് നമുക്ക് അപ്പം ചില ആൾക്കാരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഞാൻ ഒന്നും പ്രവർത്തിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ ഇങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നും, അതിന് വിപരീതമായിട്ട് പറഞ്ഞാൽ ചില തെറ്റായ പഠിപ്പിക്കലിൻ്റെ കൂട്ടത്തിൽ നമ്മളെയും കൂട്ടും. ചിലരൊക്കെ പലേജിയനാക്കി വിടുന്നത് കണ്ടിട്ട്, പലേജിയൻ, സെമി പലേജിയൻ എന്നൊക്കെ ഇതിങ്ങനെ പറയുന്നവരെ വിടുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞാൽ മാത്രം പോരെ, ജീവിക്കുകയും കൂടെ വേണം എന്ന് എംഫസൈസ് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാ. കാരണം നമ്മുടെ രക്ഷ സൗജന്യമാണ്, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കുകയാണ്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നുവെന്ന് എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേവലം ദിവസവും ഇങ്ങനെ പ്രസംഗിച്ച് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളോ വീഴ്ചകളോ ഒക്കെ ഉണ്ടാകുമ്പം അതിന് ഏറ്റുപറയാതെ എല്ലാം കൃപയാണ് എന്ന് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നത് പോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരൊന്നും അല്ല. നമ്മളങ്ങനെ അല്ലതാനും, പലരും അങ്ങനെ അല്ലതാനും. അത് വെറുതെ പറയുന്ന ഒരു കാര്യം. ഇവിടെ പറഞ്ഞേക്കുകയാണ്, നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെ നമ്മൾ ദുർബലമാക്കുന്നുവോ എന്നൊരു ചോദ്യം കൂടെ റോമാലേഖനത്തിൽ പൗലോസ് ചോദിക്കാനായിട്ട് ഇല്ല. ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത്. എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? കാരണം ഒരിക്കൽ വിശ്വാസത്താൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടാൻ കഴിയാതെ എന്നേക്കും ഒരു പാപി എന്നുള്ള ലേബലുമായിട്ട് ദൈവസന്നിധിയിൽ അകന്നു പോകുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസത്താൽ അവനെ ദൈവം അവൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയെന്നും, വിശ്വാസത്താൽ അവൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടെന്ന് വിശ്വസിക്കാനും, അവൻ ദൈവത്തിൻ്റെ പൈതലായി തീർന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്ന് ഒരു കാരണവശാലും ഒന്നിനും മാറ്റിക്കളയാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ബന്ധത്തിലേക്ക് അവൻ കർത്താവുമായിട്ട് പ്രവേശിച്ചേക്കുക. ഒരു നിലയിലും മാറിപ്പോകാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ബന്ധത്തിലേക്ക്, അനസ്യൂതമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ദൈവകൃപയിൽ തന്നെ ആയിരിക്കാനുള്ള ഒരു പുത്രത്വ ബന്ധത്തിലേക്ക് അവൻ ദൈവവുമായിട്ട് പ്രവേശിച്ചേക്കുക. ഇനി പ്രമാണത്തിനോ സാത്താനോ കടന്നു വന്നിട്ട് അവൻ ഇന്ന കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാനും കൃപയിൽ നിന്ന് അന്യപ്പെടുത്താനും കഴിയാത്തൊരു നിലയിലേക്കുള്ള ഒരു ബന്ധത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിച്ചേക്കുക. അപ്പോൾ ഇങ്ങനൊരു അനുഭവത്തിൽ അവൻ നിൽക്കുമ്പോൾ ഇനിയും അവൻ ഇത്രയും നാളുള്ള പ്രശ്നമെന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിൽ പാപനിമിത്തമുള്ള അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ പാപസ്വഭാവം ഉള്ളതുകൊണ്ട് അവൻ ഈ കാര്യങ്ങളെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരികയും മകൻ എന്നുള്ള ഒരു നിലയിലേക്ക് അവൻ കടന്നു വരികയും ചെയ്യുമ്പോൾ അവൻ ചെയ്യുന്ന ഏത് നന്മ പ്രവർത്തിക്കും ഊർജം പകരുവാൻ തക്കവണ്ണം, അവൻ ചെയ്യുന്ന ഏത് നന്മ പ്രവർത്തി ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യാൻ തക്കവണ്ണം അവനെ ബലപ്പെടുത്താനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവനിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായിട്ടും ദൈവത്തെ സ്നേഹിക്കാനും അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാനുമായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, നമ്മൾ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാന തെളിവ് ന്യായപ്രമാണത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അതിൻ്റെ അധികമായിട്ട് ക്രിസ്തുവിൻ്റെ കൃപയാൽ അവൻ്റെ പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മുടെ ജീവിതത്തിൽ അത് നിവർത്തിക്കാനും അനുവർത്തിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ്. കാരണം ന്യായപ്രമാണത്തിൽ എഴുതിയേക്കുന്നതിനേക്കാളും അധികം ചെയ്യാനായിട്ട് കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലും ഒക്കെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്ന കാര്യം. അപ്പോൾ ഈ ഒരു ശിഷ്യനായിരിക്കുന്നതിൻ്റെ തെളിവെന്താ? അല്ലെങ്കിൽ ഒരു കർത്താവിൽ നമ്മൾ വസിക്കുന്നതിൻ്റെ അതിൻ്റെ തെളിവെന്താ? തെളിവെന്ന് പറയുന്നത് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. പല വാക്യങ്ങൾ ദൈവദാസൻ യോഹന്നാന്റെ സുവിശേഷത്തിലും 1 യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നും ഒക്കെ വായിച്ചല്ലോ. അവനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനിൽ അവൻ്റെ സ്നേഹം നിറഞ്ഞിരിക്കുന്നു, തികഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവനോട് കൂടെ ഞങ്ങളും കൂടെ പിതാവും പുത്രനും കടന്നു വന്ന് വാസം ചെയ്യും.
അവന് കൂടുതൽ കാര്യങ്ങളെ വെളിപ്പെടുത്തും. യൂദാ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് കർത്താവെ ലോകത്തിനല്ല നീ നിന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്, ലോകത്തിന് പരിശുദ്ധാത്മാവിനെ അറിയാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നീ എന്ത് സംഭവിച്ചിട്ടാകുന്നു ലോകത്തിനല്ല ഞങ്ങൾക്കത്രയും നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത്? കാരണം ഇനിയും ഈ പിതാവിനെയും പുത്രനെയും വെളിപ്പെടുത്തുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ചെയ്യുന്നതായിട്ടുള്ള ഫംഗ്ഷനാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, നല്ല പ്രവർത്തികൾക്ക് വേണ്ട സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. അപ്പം നമ്മൾ കേവലം പുതിയൊരു പരിപാടി കണ്ടുപിടിച്ചു, വിശ്വാസ ജീവിതം, അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, നമ്മളങ്ങ് വിശ്വസിച്ചാൽ മാത്രം മതി, ഇനി നാളെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായാലും ഏറ്റു പറഞ്ഞാൽ മാത്രം മതി, ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയാൽ മതി എന്നല്ല അർത്ഥമാക്കുന്നത്. നമ്മളെ ഇത്രമാത്രം വലിയൊരു വില കൊടുത്ത് കർത്താവ് മേടിക്കുകയും തൻ്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുപോലുള്ള നീതിഫലങ്ങൾ തന്നെയാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും നമുക്ക് ദൈവസ്നേഹം കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള നിലവാരത്തിൽ തന്നെയാണ് നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തിയിലും ആ കർത്താവിന് വേണ്ടി, കർത്താവെ എനിക്കൊരു ജീവിത വ്യത്യാസം വേണം, എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ ചിന്തയിലും വാക്കുകളിലും ഒക്കെ ഒരു വ്യത്യാസം വേണം എന്നുള്ള ആഗ്രഹമാണ് കർത്താവിലേക്ക് നമ്മളെ നടത്തുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഫലമില്ലാത്ത ഒരു ജീവിതമല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കാരണം അവൻ്റെ പ്രമാണങ്ങൾ പ്രമാണിക്കാനായിട്ട് ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ അവനെ കൂടുതൽ അതിനുവേണ്ടി ശക്തിപ്പെടുത്തുകയും, നമുക്കറിയാം ഒരിക്കലും എക്സാം എഴുതിയിട്ടില്ലാത്ത ഒരാൾ എൻ്റെ അടുത്ത് പോയി നമ്മൾ എക്സാം എഴുതുന്നത് എങ്ങനെയാണെന്ന് ഉപദേശം തേടുമോ? അല്ലെങ്കിൽ ഒരിക്കലും പ്രായോഗികമായിട്ട് ചില കാര്യങ്ങൾ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഏതെങ്കിലും നിലയിൽ അനുഭവിക്കാനോ ആഗ്രഹിക്കുകയോ ചെയ്യാത്ത വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് എന്നാ കാര്യം? അതുപോലെ തന്നെ പ്രായോഗികമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിൽ പല രംഗങ്ങളിലും പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവനാണേലും കുഴപ്പമില്ല, അതും ഒരു ഡിഗ്രിയാണ്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, SSLC അപ്പിയർഡ് ബട്ട് ഫെയിൽ എന്ന് പറഞ്ഞ പോലെ ആയിക്കോട്ടെ, എന്നാലും അവന് മനസ്സിലാകും കർത്താവെ കൃപയുടെ ഏത് സൈഡിൽ, കൃപയുടെ ഏത് നിലവാരത്തിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കണം എന്നവന് മനസ്സിലാകും. പരിശ്രമിക്കാതെ ഇരിക്കുന്നവൻ എന്ന് പറയുന്നത് അത് രക്ഷിക്കപ്പെടാത്തതിൻ്റെ തെളിവാണ് എന്നാണ് എനിക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ഫലകരമായ ജീവിതം തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടത്. കാരണം കർത്താവെ, ഞാൻ പാപിയായിരുന്നപ്പോൾ എൻ്റെ പാപങ്ങൾ നീ ക്രൂശിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നെങ്കിൽ ഇനി നീ കർത്താവെ നിന്നെ ക്രൂശിക്കുന്നവനായിട്ട് തീരാതെ വണ്ണം നീ എന്നെ സൂക്ഷിക്കണമേ, എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ വാക്കിലും ഒക്കെ നിന്നെ മഹത്വപ്പെടുത്തുന്നവനായിട്ട് എന്നെ തീർക്കണമേ എന്ന് തന്നെ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ആഗ്രഹിക്കുന്നവന് പിതാവും പുത്രനും അവനോടുകൂടെ കടന്നു വന്ന് അവർക്ക് തന്നെ വെളിപ്പെടുത്തും, തൻ്റെ വചനത്തിൽ നിന്ന് വെളിപ്പെടുത്തും. പിതാവിനെയും പുത്രനെയും അനുഭവിച്ചറിയുന്ന ഒരു നിലയിലേക്ക്, ആ ഒരു കൂട്ടായ്മയിലേക്ക് ആയിത്തീരുന്ന അനുഭവത്തിൽ വെളിപ്പെടുത്തും. 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്തും ഇതേ കാര്യങ്ങൾ, നാം ഒന്നായിരിക്കുന്ന പോലെ തന്നെ അവരും കൂട്ടായ്മയിൽ ഒന്നായിത്തീരേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവകൃപയിൽ നടക്കാനും ജീവിക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ളത് നമുക്ക് പല വൈതരണികളും ഒരുപക്ഷെ ഉണ്ടായേക്കാം, എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട പിതാവിനോടും പുത്രനോടുമുള്ള കൂട്ടായ്മ അനുഭവിച്ചറിയുന്ന ഒരു നിലവാരത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ദൈവം നമ്മളെ ബലപ്പെടുത്തും, ആ ദൈവം നമ്മളെ ശക്തീകരിക്കും. അവനുവേണ്ടി ഫലകരമായ ഒരു ജീവിതം, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ഒരു ജീവിതം തന്നെ. ഒത്തിരി പേര് ഈ കൽപ്പനയെന്ന് പറയുന്നതിനെ പിടിച്ച് സ്നാനമാക്കിയിട്ടുണ്ട്. അപ്പം കൽപ്പനകൾ പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുകയാണെന്ന് വിചാരിച്ച് നടക്കുന്ന കുറച്ച് പേരുണ്ട്. അത് നിർഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാനാ? ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഇൻ്റർപ്രട്ടേഷൻസ്, വ്യാഖ്യാനങ്ങളുള്ളതിന്. കൽപ്പന എന്ന് പറയുന്നത് സ്നാനമൊന്നുമല്ല, സ്നാനം മാത്രമല്ല, എത്രയോ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയാണ് കൽപ്പനകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ന്യായപ്രമാണത്തിൽ അധികമായിട്ട് ആ നീതി നമ്മളിൽ നിവർത്തിയാകുമെന്ന് തന്നെയാണ് വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ അപ്രകാരം കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാനും ഫലകരമായൊരു ജീവിതം ജീവിക്കാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.